ഹലോ! ഇന്ന് ഫുക്കറ്റല്ല ഡേ 3 ആണ്. ഈ തായ്ലൻഡ് ട്രിപ്പിൽ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡേ. ഇന്നാണ് നമ്മുടെ ഫുൾ വാട്ടർ ആക്ടിവിറ്റീസും. തലേന്ന് തന്നെ ഹോട്ടലിൽ നിന്ന് എല്ലാം പാക്കേജ് ഒക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. 3 പേർക്ക് ഒരു ദിവസം 4500 ബാത്താണ്. എയർപോർട്ടിലേക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ചീപ്പായിട്ടാണ് കിട്ടിയത്. ഈ പാക്കേജിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഐലൻഡ് വിസിറ്റ്, ടെയിൽ ബോട്ട് റൈഡ് ഇത്രയും കാര്യങ്ങളാണ് കവർ ആവുന്നത്. രാവിലെ 6:30 തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞ ആൾക്കാരെ കയറ്റി വണ്ടി ഫുള്ള് ഇന്ത്യൻസ് ആയി. രാവിലെ തന്നെ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ട്. ഇന്നത്തെ പരിപാടി പൊളിയോ ഇല്ലയോ എന്ന് വഴിയെ കണ്ട് തന്നെ അറിയാം. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി കയ്യിലൊരു ടാഗും കെട്ടി തന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിനകത്തേക്ക് കയറ്റി. ട്രാവൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര മിനിമലായിരുന്നു. ബ്രെഡും ജാമും കുക്കീസും ഒരു ഡ്രിങ്കും തന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് വിളിച്ചിരുത്തി ഗൈഡ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. വെതർ കുറച്ച് മോശമായതുകൊണ്ട് മായാബേ കവർ ചെയ്യുന്നില്ലെന്ന് അപ്പോഴാണ് അറിഞ്ഞത്. വെതർ മോശമായിട്ടും ഇത്രയും പേരെയും കൊണ്ട് കോൺഫിഡൻ്റ്ലി കടലിലേക്ക് ഇറങ്ങുന്ന അവരുടെ ആ മനസ്സ് കണ്ടിട്ട് ഞങ്ങൾ ഒരു നിമിഷം ഒന്ന് സ്മരിച്ചു നിന്നുപോയി. ഇന്ന് മെയിനായിട്ട് കവർ ചെയ്യുന്നത് മങ്കി ബീച്ച്, ഫിഫി ആൻഡ് ഖായ് ഐലൻഡ് ആണ്. പോയവരൊക്കെ തിരിച്ചെത്തിയോന്ന് അറിയാനാണോ എന്തോ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് ബോട്ടിൽ കയറ്റി. അത്യാവശ്യം മഴയും കാറ്റും ഉള്ളത് കൊണ്ട് ഇതൊരു അഡ്വഞ്ചറസ് റൈഡ് തന്നെയായിരുന്നു. പോകുന്ന വഴിക്ക് വേറെയും ചില ഐലൻഡ്സ് അവർ കാണാനായിട്ടും ഫോട്ടോ എടുക്കാനായിട്ടും നിർത്തിത്തരാം. അങ്ങനെ ഫസ്റ്റ് സ്പോട്ടായ മങ്കി ബീച്ച് ഐലൻഡ് എത്തിയിട്ടുണ്ട്. പേര് പോലെ തന്നെ ഫുള്ള് കുരങ്ങന്മാരാണ്. അതുകൊണ്ട് ആരും ബാഗോ ഫുഡോ എടുക്കരുതെന്നുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. ഈ നിരന്ന് കിടക്കുന്ന ബോട്ടുകളാണ് ഇവിടുത്തെ സ്പെഷ്യൽ ടെയിൽ ബോട്ടുകൾ. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു അരമണിക്കൂർ തരും. അത് കഴിഞ്ഞിട്ട് ഉടനെ തിരിച്ചു കയറണം. അങ്ങനെ അവിടെ നിന്ന് ബോട്ട് എടുത്ത് നിറയെ കോറൽസ് ഒക്കെ ഉള്ള ഒരു സ്നോർക്കലിംഗ് സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവരിറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞ് ആരും ഗോഗിൾസ് ഒന്നും മിസ്സാക്കരുത്, മിസ്സാക്കി കഴിഞ്ഞാൽ ഫൈൻ അടിക്കും, അങ്ങനെയുള്ളവർ മാത്രം ചാടിയാൽ മതി. അങ്ങനെ ആദ്യം ചാടിയവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഓരോ ആക്സസറീസും മിസ്സാവാൻ തുടങ്ങി അവർ ഫൈൻ അടിക്കുന്ന കണ്ടപ്പോഴേക്ക് ചാടാനുള്ള ആ ഒരു കോൺഫിഡൻസ് അങ്ങ് പോയി കിട്ടി. അങ്ങനെ നമ്മളിതേ ലഞ്ച് ടൈം ആയപ്പോഴത്തേക്കും ഫിഫി ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നല്ലൊരു അടിപൊളി ലഞ്ച് കഴിക്കണം. അങ്ങനെ നമുക്കൊരു ഹെവി ബൊഫേ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഇന്ത്യൻ ഫുഡും ഉണ്ട്, തായ് ഫുഡും ഉണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇനിയാണ് ശരിക്കും ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങേണ്ടത്. ബീച്ചിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് അടുത്ത സ്പോട്ടിലേക്ക് വിട്ട്. ഓഫ് സീസൺ ആയിട്ട് പോലും ഫിഫിയൊക്കെ നല്ല ക്രൗഡഡ് ആണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഖായ് ഐലൻഡ് ആണ്. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയും കാറ്റും ഒക്കെ കൊണ്ട് വേവ്സ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് അടിക്കാൻ തുടങ്ങി.
അങ്ങനെ കുറേ ചാടി ചാടി ലാസ്റ്റ് സ്പോട്ടായ ഖായ് ഐലൻഡ് എത്തി. ഇത് വാട്ടർ ആക്ടിവിറ്റീസിന്റെ ഒരു മെയിൻ ഏരിയ ആണ്. നമുക്ക് എല്ലാം കഴിഞ്ഞ് ഒരു 4:15 തിരിച്ച് ബോട്ടിലെത്തിയാൽ മതിയോ. അങ്ങനെ ഞാൻ നേരെ പോയി ഒരു ജെറ്റ് സ്കി എടുത്ത് ഞങ്ങൾ 2 പേർക്ക് 1200 ബാത്തായിരുന്നു ടോട്ടൽ. പക്ഷേ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും ബോട്ടിന്റെ പൊടി പോലും ഇല്ല. ഒന്ന് ടെൻഷൻ അടിച്ചു. അങ്ങനെ 4:45 നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചെത്തുമ്പോഴത്തേക്കും ഇവർ നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് സോവനിയേഴ്സ് ആക്കി വെച്ചേക്കും. വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. ഇനി ഇവർ തന്നെ നമ്മളെ ഹോട്ടലിലേക്ക് തിരിച്ച് ഡ്രോപ്പ് ചെയ്യും. രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്തതാണ്. കുറച്ച് ടയേർഡാണെങ്കിലും ഫുൾ ഹാപ്പിയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ജെറ്റ് സ്കി ചെയ്യുന്നത്. സാധാരണ ജെറ്റ് സ്കി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഒരു ആങ്സൈറ്റി ആണ്. പക്ഷെ ഇന്ന് അത് അച്ചീവ് ചെയ്തപ്പോഴത്തേക്ക് എന്തോ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. 6 മണിയായപ്പോഴേക്കും ഹോട്ടലെത്തി. ഇന്ന് ഫുക്കറ്റിലെ ലാസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ടയേർഡായിട്ടും ഫ്രഷ് ആയിട്ട് അടുത്ത പരിപാടിക്ക് ഇറങ്ങാനുള്ള മൈൻഡ് തന്നെ ആയി. ഫ്രഷ് ആയി കഴിഞ്ഞ് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചപ്പോൾ ഓർത്തു ഇവിടുത്തെ ഏതെങ്കിലും നൈറ്റ് മാർക്കറ്റിൽ തന്നെ പോകാമെന്ന്. മാർക്കറ്റിന്റെ സ്റ്റാർട്ടിങ് ഫുഡ് സ്റ്റോൾസിൽ നിന്നാണ്. ബാങ്കോക്കിലെയും പട്ടായയിലെയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫുഡൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഫുഡ് മാത്രമല്ല ട്രാവലിംഗ് എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഈ പുറത്തുള്ള സ്റ്റോൾസ് കൂടാതെ മാർക്കറ്റിന്റെ അകത്തേക്ക് ഒരുപാടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് ഒഴികെ ബാക്കിയെല്ലാം ഏകദേശം നമ്മളെ നാട്ടിൽ കിട്ടുന്നതാണ്. അത് മെയിൻ ഫ്രൂട്ട്സും മാംഗോസ്റ്റീനും ദുരിയാനും ആണ്. എല്ലായിടവും മുമ്പിൽ നമ്മുടെ മെയിൻ ഐറ്റം ദുരിയാൻ തന്നെ. ദുരിയാന്റെ സ്മെല്ലാണ് ഫുള്ള് കിട്ടാനുള്ളത്. ഫ്രൂട്ട്സ് കഴിഞ്ഞാൽ ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും സീ ഫുഡിന്റെ സെക്ഷനാണ്. ഇത്രയും വെറൈറ്റീസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കുറെ സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കും ഇതൊക്കെ ശരിക്കും കടലിന്റെ അടിയിൽ ഉള്ളത് തന്നെയാണോ. ഇതിന് ഒരു ഫ്ലോർ മേളിലോട്ടും കൂടെ ഉണ്ട്. ഇവിടോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഫുഡ് കോർട്ട് പോലാണ്.
നമുക്ക് ഫുഡോ ഡ്രിങ്ക്സോ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാം, എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. പിന്നെ അടുത്ത സെക്ഷൻ വെജിറ്റബിൾസും പിന്നെ ഫ്ലവേഴ്സും ഒക്കെയാണ്. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ചെറിയൊരു മഴയുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ മോളിലേക്ക് കയറി. അപ്പോഴാണ് പരിചയമുള്ള ഒരു മുഖം കണ്ടത്. ദണ്ട കിടക്കുന്നതാ നമ്മുടെ ലബു. അങ്ങനെ ഇവനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റി. തായ്ലൻഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ആർക്കെല്ലാം കൊണ്ട് കൊടുത്താലോ എന്ന് വിചാരിച്ച, പിന്നെ റേറ്റ് കണ്ട് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ എന്നത്തെയും പോലെ നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് തിരിച്ചെത്തി, പത്തോങ് വാക്കിംഗ് സ്ട്രീറ്റ്. നാളെ ഞങ്ങൾ ക്രാബിക്ക് പോവാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ലാസ്റ്റായിട്ട് പത്തോങ്ങിനെ ഒന്നുകൂടി ഒന്ന് കാണാനെത്തി. അപ്പോൾ നമ്മൾ ഇതോടെ ഫുക്കറ്റ് ഡേയ്സ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഡേ ക്രാബിയാണ്. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.